SFI KSU സംഘർഷത്തിൽ 50 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. പോലീസ് വാഹനത്തിന് 30,000 രൂപയുടെ നാശനഷ്ടം വരുത്തിയെന്ന FIR. കല്ലുകളും വിറക് കഷ്ണങ്ങളും ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചെന്നും പരാമർശം. ആഹ്ലാദ പ്രകടനത്തിനിടെ പ്രകോപനമുണ്ടാക്കിയത് SFI പ്രവർത്തകരെന്നും FIR-ൽ പോലീസ് പറയുന്നു. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഇന്ന് SFI സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ടോ? ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 50 SFI പ്രവർത്തകർക്കെതിരെ കേസ് കൂടി എടുത്തിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെയാണ് മുന്നിൽ കാണുന്നത്. അനുസരിച്ച് തീർച്ചയായും, കാരണം ഈ ഒരു UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം SFIയുടെയും DYFIയുടെയും അടക്കം സമരമുഖം, അതായത് ശക്തമായ രീതിയിൽ നീറ്റ് പരീക്ഷയുടെ സംബന്ധിച്ച വിവാദമായിക്കോട്ടെ, അതിനടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവും പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന കാര്യത്തിലേക്ക് അടക്കം കടന്നിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ സംഘർഷം വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട KSU പ്രവർത്തകരുമായി നടന്ന സംഘർഷത്തിൽ പിന്നീട് അത് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുന്നു. പോലീസ് ഏകപക്ഷീയമായി നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞ് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലും പിന്നീട് KSU പ്രവർത്തകരും SFIയും തമ്മിൽ നേരിട്ട് തെരുവ് യുദ്ധത്തിലേക്ക് കടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ പാളയത്തും യൂണിവേഴ്സിറ്റി ആസ്ഥാനം പരിസരത്ത് അടക്കം വലിയ രീതിയിൽ നിലനിന്നിരുന്നു. പിന്നീട് പോലീസ് വലിയ രീതിയിൽ പണിപ്പെട്ടാണ് സംഘർഷ സാധ്യത ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയത്. പക്ഷേ ഇന്ന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ മാർച്ച് 1 മണിയോടുകൂടിയാണ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത സെക്രട്ടേറിയറ്റ് പരിസരത്ത് പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം സമരഗേറ്റ് അടക്കം വർഷങ്ങൾക്ക് ശേഷം തുറന്നു എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സമരഗേറ്റിന്റെ ഭാഗത്തായിരിക്കും ഈ ഒരു SFIയുടെ പ്രവർത്തകർ സമരവുമായി അല്ലെങ്കിൽ മാർച്ചുമായി എത്തുക എന്നാണ് അറിയുന്നത്. എന്തായാലും വലിയൊരു സംഘർഷ സാധ്യത അവിടെയും പോലീസുമായിട്ടുള്ള നേരിട്ട് ഏറ്റുമുട്ടൽ അവിടെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നിരവധി പ്രവർത്തകർക്ക് SFIയുടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റ ദൃശ്യങ്ങളടക്കം, അതായത് എല്ലുകൾക്ക് പൊട്ടലടക്കം സംഭവിച്ച ചിത്രങ്ങളടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേസടക്കം എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള സംഘർഷം ശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ആദ്യം 10 മണിക്കായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്, പിന്നീട് അത് 1 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും സെക്രട്ടേറിയറ്റും പരിസരവും വലിയ കനത്ത സുരക്ഷയിൽ തന്നെ തുടരുകയാണ്. ഈ ഒരു മാർച്ചിന് പോലീസ് എല്ലാവിധ സജ്ജീകരണങ്ങളും, അതായത് ഇത് നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കി തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു. ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.